ഇന്നെൻ്റെ SSLC 10th ഡേ ഇൻ മൈ ലൈഫ് ഇൻ വെക്കേഷൻ ടൈമാണ് കാണിക്കുന്നത്. ഞാനിന്ന് 5:30ക്കാണ് എഴുന്നേറ്റത്. എനിക്ക് 7 മണിക്ക് ട്യൂഷനുള്ളതുകൊണ്ട് 5:30 എണീറ്റാലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. 5:30 മുതൽ 6:15 വരെ എൻ്റെ മോർണിംഗ് റൊട്ടീൻ ചെയ്തു. 6:15 മുതൽ 6:40 വരെ ഞാൻ മാത്സാണ് പഠിക്കാനിരുന്നത്. ഞാൻ മാത്സ് എന്താ വീണ്ടും വീണ്ടും പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മെയിൻ ടീച്ചർ മാത്സാണ് പഠിപ്പിക്കുന്നത്. സോ മാത്സിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഇന്നൊരു കാര്യം കാണിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ട്യൂഷനിൽ പോയപ്പോൾ ട്യൂഷൻ സെൻറ്ററിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ടീച്ചറുടെ കയ്യിൽ ഒരു കവറിൽ ഒരു കുട്ടി എന്തോ കൊണ്ടുവന്ന് കൊടുത്തു. ഞാൻ എന്താ വെച്ചിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് ടീച്ചർ എന്നെ നോക്കി സംസാരിക്കുകയാണ്, എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാനിങ്ങനെ നേരെ നോക്കി നിൽക്കുക തന്നെയാണ്. അത് കുറച്ച് കഴിഞ്ഞ് ടീച്ചർ ചോദിച്ചു, ലാബിലെന്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ല പറഞ്ഞു. അങ്ങനെ ടീച്ചർ എനിക്ക് സ്റ്റുഡൻസിൻ്റെ തന്നു കേട്ടോ. നോക്കുമ്പോൾ ഒരു പോറൽ പോലും ഇല്ല, പുതിയതാണെന്ന് വിചാരിക്കും. ഏത് കുട്ടിയാണ് അവിടെ ഉപയോഗിച്ചത്. അങ്ങനെ എനിക്ക് ഒന്നെങ്കിൽ അത് പഠിപ്പിയായിരിക്കും, അല്ലെങ്കിൽ ഒന്നും പഠിക്കാത്ത കുട്ടിയായിരിക്കും. എന്തായാലും ഇപ്പോൾ കിട്ടിയതുപോലെയുണ്ട്. ആക്ച്വലി ഞാൻ ലാബിലെന്തൊക്കെ ഓർഡർ കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ കിട്ടിയല്ലോ. പിന്നെ ഞാൻ 9 മണിക്ക് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തി കേട്ടോ. 9 മണി എന്ന് പറയാൻ പറ്റില്ല, 9:30 ആയി. കാരണം ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് 9:30 ആക്കി. ഞാൻ നടന്നൊക്കെ വരുമ്പോഴത്തേനും 9:30 ആയി. രാവിലെ 7 മണിക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത്. പിന്നെ ഞാൻ തിരിച്ച് വന്നിട്ട് അച്ഛൻ്റെ കൂടെ ചായ കുടിക്കാൻ പോയി. ഒരു 10:30 ആയിട്ടുണ്ടായിരുന്നു. 10:30 to 12 മണി വരെ സിനിമ കണ്ടു. പിന്നെ വീണ്ടും ഭക്ഷണം കഴിച്ചു. അങ്ങനെ കഴിച്ചു കൂട്ടി. ഇനിയിപ്പോൾ 4:30 കാര്യമാണ് കാണിക്കുന്നത്. വിഷുവിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കാൻ പോകുന്നതാണ്. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടല്ലോ, യെല്ലോ ആൻഡ് ഒരു ജീൻസാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രിൻ്റ് എടുക്കുന്ന ഒരു കടയിൽ കൂടി ഞങ്ങൾക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഡ്രസ്സിൻ്റെ കടയും കൂടിയായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിരുന്നു. തിരിച്ച് വരുമ്പോൾ ഒരു 6 മണിയൊക്കെ ഉണ്ടാവും. പിന്നെ 6 മണി മുതൽ 6:30 വരെ ഞാനത് ആസ്വദിച്ച് ഇരുന്ന് കഴിച്ചു. എൻ്റെ ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള ജനലിൻ്റെ അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ഞാൻ കഴിച്ചത്. ഞാനിങ്ങനെ ഒരു പ്രത്യേക സ്റ്റൈലൊന്ന് ചെയ്ത് നോക്കുകയായിരുന്നു. പക്ഷേ ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായിരുന്നു, ഡൗട്ടുണ്ട്. എന്നാലും നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഇങ്ങനത്തെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. ഞാൻ സ്റ്റഡി വ്ളോഗ് മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് വീഡിയോ എന്താണെന്ന് നിങ്ങൾ തന്നെ പറയണം കേട്ടോ. പിന്നെ ഇന്നത്തെ മോസ്റ്റ് അൺപ്രൊഡക്റ്റീവ് എന്ന് പറയാം. കാരണം ഞാൻ അധികം പഠിച്ചിട്ടില്ല. മൊത്തവും കുറേ സിനിമയൊക്കെ കണ്ടു. ഞാൻ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമയിൽ പഴയ സിനിമ അതൊക്കെയാണ് ഇരുന്ന് കണ്ടത്. ആൻഡ് ദെൻ 6:30 ഞാൻ പ്രയറിന് പോയി. പിന്നെ 7 മണിക്ക് ഫുഡ് കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഒന്നുകൂടി പഠിക്കാമായിരുന്നു. 7 മണി to ഒരു 8 മണി വരെയാണ് ഞാൻ ഹിസ്റ്ററിയാണ് പഠിക്കാനായിട്ടിരുന്നത്. ഹിസ്റ്ററി നന്നായി വായിച്ച് പഠിക്കുക കേട്ടോ. ഞാൻ എന്നാലും പറഞ്ഞല്ലോ, ക്ലാസ് എടുത്തിട്ടാണ് പഠിക്കാറ്. അപ്പോൾ അതുപോലെ തന്നെ ആ പാവനെ ക്ലാസ് എടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹിസ്റ്ററിയൊക്കെ ഇപ്പോൾ തന്നെ ഒരു 2-3 പേജ് പഠിച്ചിട്ടുള്ളൂ കേട്ടോ. ഞാൻ എനിക്ക് പോയതെന്ന് വെച്ചാൽ വെള്ളം കുടിക്കാൻ പോയതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റാണ് ഏറ്റവും വലിയ സന്തോഷം. ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല കമൻസൊക്കെ ഇടാം കേട്ടോ. നിങ്ങളും 10th ആണോ? നിങ്ങൾക്ക് മോട്ടിവേഷൻ ആവുന്നുണ്ടോ എൻ്റെ വീഡിയോസ്? ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഒന്ന് പേടിച്ച് പോവും. ഞാൻ ആ ഒരു 8 മണി മുതൽ ഞാൻ ഇതിൻ്റെ കളിയിലായിരുന്നു. ആ ഉറങ്ങണ പാവയാട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈറ്റൊക്കെ വെച്ച് നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും ഒരു 8:45 ആകുമ്പോഴത്തേനും ഞാൻ ഉറങ്ങാൻ കിടന്നു. നാളെ നേരത്തെ എണീക്കേണ്ടതാണ്, അതുകൊണ്ടാണ് നേരത്തെ തന്നെ കിടന്ന് ഉറങ്ങാൻ ഇരുന്നത്. ഇത്രയുള്ളൂ എൻ്റെ ഡേ. താങ്ക് യു.